മാഷെ, സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് ആ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് ഒരു നടിയെ വിളിക്കുന്നു. അതിൻ്റെ സ്വാഗത ഗാനവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ആ സ്കൂൾ കലോത്സവത്തിലെ അതിഥിയായി ബന്ധപ്പെട്ടൊക്കെയാണ് ഈ നടിയെ വിളിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ക്ഷണമുണ്ടാകുന്നു. പക്ഷേ ഈ നടി ആവശ്യപ്പെട്ടത് ഒരു വലിയ തുകയാണ്, 5 ലക്ഷം രൂപയാണ് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. സാധാരണഗതിക്ക് ഈ ജ്വല്ലറി ഉദ്ഘാടനമൊന്നും അല്ലല്ലോ. അപ്പോൾ ഇത്രയും വലിയൊരു തുക ആവശ്യപ്പെട്ടുകൊണ്ട് ഇവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ചോദിക്കുന്നത്? മാത്രമല്ല, സ്കൂൾ കലോത്സവത്തിലൂടെ വളർന്നു വന്ന ഒരു നടി കൂടിയാണ്, അതുകൊണ്ട് അവരെ ഒഴിവാക്കി എന്നാണ് മന്ത്രി പറഞ്ഞത്. ഈ ഒരു പ്രവണത എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത്? ഗുരുതരമായ രീതിയിൽ സമൂഹത്തിൻ്റെ മനസ്സ് മാറുന്നതിൻ്റെ ഒരു പ്രതിഫലനം വേണമെങ്കിൽ നമുക്ക് ഈ നടിയിലെ ഈ വർത്തമാനത്തിലുണ്ട് എന്ന് കണ്ടെത്താം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളാണ് ഇവരെ പ്രശസ്തരാക്കുന്നതും അതേപോലെ തന്നെ ഇവരെ പൊക്കിക്കൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുന്നത്. സൊസൈറ്റി, വ്യക്തികളല്ല, കേരള സമൂഹമാണ് ഇവർക്ക് പ്രശസ്തി നൽകുന്നതും ഇവർക്ക് വലിയ ആരാധന സമൂഹത്തേക്ക് നിർമ്മിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. സിനിമയിലൂടെ സംഭവിക്കുന്ന ഒരു പരിണാമമാണ് അത് ശരിക്കും പറഞ്ഞത്. പക്ഷേ അവർക്ക് റെസ്പെക്റ്റ് കിട്ടുന്ന, അവരെ ആരാധിക്കുന്ന ഈ സമൂഹത്തിനോട് അവർക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലേ. അതെ, ആ കമ്മിറ്റ്മെൻറ്റ് അവർ സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ അവർക്ക് സംസാരിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. കാരണം അവരുടെ മുഖം കാണിച്ചാൽ, അവരൊരു പരിപാടിയിൽ പങ്കെടുത്താൽ അവർക്ക് കിട്ടേണ്ട ഫീസ് എന്ന് പറഞ്ഞാൽ 5 ലക്ഷമാണ് എന്നവർ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സമൂഹത്തിന് ചെയ്യാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെ വിടുക എന്നുള്ളത് മാത്രമാണ്. അവരെ ഉപേക്ഷിക്കുകയും അവർക്ക് ഒരു വില കൽപ്പിക്കാത്ത രീതിയിൽ അവരെ വിമർശിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് സമൂഹത്തിൻ്റെ മനസ്സ് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. സ്കൂൾ കലോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള കലാകാരന്മാരെ, കലാകാരികളെ ഒക്കെ കണ്ടെത്തുന്ന ഒരു സംവിധാനമാണ്. തീർച്ചയായും അങ്ങനെ കണ്ടെത്തപ്പെടുമ്പോഴാണ് അവർ സിനിമയിലേക്കും അതേപോലെ തന്നെ നമ്മളീ പറയുന്ന ഈ വെള്ളിത്തിരയുടെ വിസ്മയങ്ങളിലേക്കൊക്കെ അവർ വരുന്നത് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ നടിയും അങ്ങനെ വന്ന ഒരാളാണ്. അതെ, അങ്ങനെ വന്നതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മര്യാദ കൊണ്ട് പേര് വിളിച്ചു പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. വേണം കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് ആ പേര് വരും, ചർച്ച ചെയ്യപ്പെടും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. എന്തായാലും അങ്ങനത്തെ ഒരു സമീപനം ഒരു കാരണവശാലും സിനിമാ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ സിനിമാ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ നടികളും നടന്മാരും സംവിധായകരും എല്ലാവരും ഉണ്ടാവും, അവരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും വരാൻ പാടില്ല എന്നുള്ളതാണ്. അവർ എന്താണ് ഈ നമ്മുടെ സ്വർഗ്ഗലോകത്തെ വ്യക്തികൾ, അതിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് അവർ വ്യാപരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെയുള്ള വർത്തമാനങ്ങളെല്ലാം വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അവർ ചെയ്യേണ്ട ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് അവർക്കുണ്ട്. അവർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. ഇപ്പം നമ്മൾ പോലും ഇവിടെ ഇത്തരം ചർച്ചകളൊക്കെ നടത്തുന്ന സമയത്ത് നമ്മളുടെ സംഭാഷണത്തിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റാണ്. ഈ സമൂഹത്തിൽ എങ്ങനെയാണ് ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതും പെരുമാറേണ്ടതും നമ്മൾ പ്രവർത്തിക്കേണ്ടതും എന്നൊക്കെയുള്ള ഒരു സന്ദേശമാണ് നമ്മൾ ഈ സംഭാഷണത്തിലൂടെ പുറത്തുവിടാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയും അതിൻ്റെ പ്രാധാന്യവും അത് മാത്രമല്ല. അല്ലാണ്ട് വെറുതെ രണ്ടുപേരും വർത്തമാനം പറഞ്ഞാൽ എന്താ പ്രസക്തി? ഒരു പ്രസക്തിയില്ല. അപ്പോൾ ഇവിടെ ഈ നടി ചെയ്യേണ്ടിയിരുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അവരെ വളർത്തിക്കൊണ്ടുവന്ന ഒരു വേദി, ഒരു കലാവേദി, അതാണല്ലോ സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത്. അതിനോട് അവർ ആ രീതിയിൽ കമ്മിറ്റഡ് ആവുകയായിരുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും ഒരു പണവും വാങ്ങാതെ പോയിട്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറാവുമായിരുന്നു. അവരങ്ങനെ ചെയ്യണം. അവരുടെ സാന്നിധ്യം, അവർ ഉദ്ഘാടകയാവുകയോ അല്ലെങ്കിൽ അതിൻ്റെ സാന്നിധ്യമാവുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ആ കുട്ടികൾക്കുണ്ട്, സമൂഹത്തിനുണ്ട് എന്നുള്ളതാണ്. സ്വർണ്ണക്കടയിൽ അവർ പോകുമ്പോൾ അതൊരു പരസ്യമാണ്. സ്വർണ്ണക്കടക്കാരന് പരസ്യം കിട്ടുകയും അയാൾക്ക് കച്ചവടം കിട്ടുകയും അതിൽ നിന്ന് പണം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി. പണമുണ്ടാക്കുന്ന ഒരു പ്രക്രിയക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പണം ആവശ്യപ്പെടാം. സ്കൂൾ കലോത്സവം പണനിർമ്മാണ മേഖലയല്ല. അതിൻ്റെ ഉൽപ്പന്നം അവിടെ നിന്നൊരു ഉൽപ്പന്നം വിറ്റ് നമുക്കൊരു പണവും കിട്ടുന്നില്ല എന്നുള്ളത്. നമ്മുടെ സമൂഹത്തിന് പണം ചെലവഴിക്കപ്പെടുക മാത്രമാണ് അവിടെ ചെയ്യുന്നത്. സർക്കാരും അതുപോലെ തന്നെ സ്കൂളുകൾ, അതേപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എല്ലാവരും കൊടുക്കുന്ന സംഭാവനകളൊക്കെയാണ് ആ കലോത്സവങ്ങളായിട്ട് തന്നെ നിലനിർത്താനായിട്ട് കഴിയുന്നത്. തീർച്ചയായും. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഭാഗമായിട്ടാണ് എല്ലാവരും അതിൻ്റെ അകത്ത് ബന്ധപ്പെടുന്നത്, സർക്കാരും ബന്ധപ്പെടുന്നത് അങ്ങനെയാണ്. അത് മനസ്സിലാക്കാനായിട്ടുള്ളൊരു ബോധം ഈ നടിക്കില്ലാതെ പോയി എന്നുള്ളത് നമ്മളുടെ തന്നെ ഒരു കുറ്റമാണ്. കാരണം വെച്ചാൽ എവിടെയാണ് സിനിമാ നടികളും സിനിമാ നടന്മാരും? സമൂഹത്തിലുണ്ടാകുന്ന ഗൗരവമായിട്ടുള്ള ഏതെങ്കിലും പ്രശ്നത്തിൽ ഇവർ ഇടപെടാറുണ്ടോ? ഇല്ല. വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ രാഷ്ട്രീയ പ്രവർത്തകരായി മാറുന്ന സമയത്ത് മാത്രമാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ സമൂഹത്തിൻ്റെ വിഷയങ്ങൾ ഇടപെടേണ്ട ഉത്തരവാദിത്വം മുഴുവൻ രാഷ്ട്രീയക്കാരെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക. സിനിമാക്കാർ രാഷ്ട്രീയക്കാരായാൽ അവരും അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ അവർ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും തങ്ങളുടെ ഉത്തരവാദിത്തമേ അല്ല, ഒന്നും തങ്ങളുടെ ഉത്തരവാദിത്തമല്ല. തങ്ങൾക്ക് ഈ സമൂഹത്തിൽ നിന്ന് പണം ഉണ്ടാക്കൽ മാത്രമാണ്
തങ്ങൾക്കാകെയുള്ള ജോലി അത് സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് അവർക്ക് ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്നതിലൂടെ അവരെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ ആർമാദിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആ ആർമാദം എന്ന് പറയുന്നത് പരിസരബോധമില്ലാത്ത രീതിയിലുള്ള പ്രകടനമായിട്ട് വന്നതാണ് ഈ 5 ലക്ഷം ചോദിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാരണവശാലും അങ്ങനെ ചോദിക്കാൻ ഒരു നടിക്കും നടനും അല്ലെങ്കിൽ സംവിധായകനും ധൈര്യം ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് നാണക്കേട് തോന്നണം. അതുകൊണ്ട് ഇവരുടെ പേരൊക്കെ വിളിച്ചു പറഞ്ഞ് ഇവരെ നാറ്റിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഇത്തരം മേലാൽ എന്തെങ്കിലും അസൗകര്യം പറഞ്ഞൊഴിയുക എന്നല്ലാണ്ട് പണം അവർ ചോദിക്കുന്ന പരിപാടി നിർത്തിച്ചാണ്. ഇവരെ കൊണ്ട് പണം ചോദിക്കാനായിട്ട് അനുവദിക്കരുതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അതെ, തീർച്ചയായിട്ടും. ഈ മന്ത്രി പേര് വെളിപ്പെടുത്താത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആ പേര് വെളിപ്പെടുത്താത്തത്. എന്തായാലും ഞാനിത് വേറൊരു കാര്യം ചോദിക്കുന്നത്, സർക്കാർ എടുത്തൊരു നിലപാടുണ്ട്. അതായത് 5 ലക്ഷമാണ് ചോദിച്ചത്, അവരോട് പോകാൻ പറഞ്ഞു, നിങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചു. അതൊരു നല്ല നിലപാടല്ലേ? അല്ല, അതല്ലാണ്ട് പണം എവിടെ നിന്ന് കൊടുക്കാൻ പറ്റും? ചിലപ്പോഴൊക്കെ ഇവർ ഈ സർക്കാർ, നമ്മൾ ചിലപ്പോൾ സർക്കാരിനെ ചീത്ത വിളിക്കാറുണ്ട്. കാരണം എന്താണ്, പല സ്ഥലത്തു നിന്നും പ്രമുഖരായിട്ടുള്ള വ്യക്തികളെയോ നടന്മാരെയോ ഒക്കെ ഇത്തരം പരിപാടികൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം പണം ചിലവഴിക്കാറുണ്ട്. സാഹിത്യകാരന്മാരെ കൊണ്ടുവരുന്നതിന് വേണ്ടി അങ്ങനെയൊന്നും പണം ചിലവഴിച്ച് നടത്തേണ്ട കാര്യങ്ങളല്ല ഇത്. സാഹിത്യം, സാംസ്കാരിക മേഖലകളിലൊക്കെ അവർ വരുന്നതിൻ്റെ ചിലവും അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബത്തയും കൊടുക്കുക എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാം. അതല്ലാണ്ട് ഇതുമാതിരി ഈ പണം ഊറ്റാനായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് അതിനെ കണക്കാക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഇപ്പോൾ സാഹിത്യ അക്കാദമിയുടെയൊക്കെ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കാനായിട്ട് പുറത്തുനിന്നൊക്കെ ആളുകൾ വരുമ്പോൾ അവർക്ക് പ്ലെയിൻ ടിക്കറ്റ്, പിന്നെ താമസിക്കാനായിട്ടുള്ള ആർഭാടപൂർവമായ സൗകര്യം, പണം, അതൊക്കെ പാടില്ല ശരിക്കും. അവർ വരുന്നതിന് തീർച്ചയായിട്ടും അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം പരിഗണിച്ച് അതിനാവശ്യമായിട്ടുള്ള ഒരു ചിലവ് മാത്രമാണ് ആ കാര്യത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ. അതല്ലാതെ അവരുടെ ഒരു ഡെസിഗ്നേഷൻ വെച്ച് വിലപേശാനായിട്ട് പറ്റിയ പരിപാടിയല്ല സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനം എന്നവരെ തിരിച്ചറിയിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഈ ലളിതകലാ അക്കാദമിയിലും കലാമണ്ഡലത്തിലും ഒക്കെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു ഈ അടുത്ത്. പക്ഷേ അവരെ പിന്നെ തിരിച്ചെടുക്കുകയും ചെയ്തു. ശമ്പളം കൊടുക്കാനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് പല വീഴ്ചകളും ഉണ്ടായിരിക്കാം. എങ്കിൽ പോലും അത്തരത്തിൽ കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ പോലും ഇങ്ങനെ കഷ്ടപ്പെടുന്ന സമയത്താണ് ഇവർക്കൊക്കെ ഇത് ചോദിക്കാൻ തോന്നുന്നത് എന്നൊരു ധാർമ്മികമായ കാഴ്ചപ്പാടും കൂടെ അവിടെ വരുന്നുണ്ട്. രണ്ടാമത്, ഇതിൻ്റെ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ ആളുകൾ പറയുന്ന ഒരു കാര്യം, ഒരു പക്ഷേ രാഷ്ട്രീയ വിരോധം കൊണ്ടായിരിക്കാം ഇവർ പറയുന്നത്, മന്ത്രിമാർക്കും ആളുകൾക്കുമൊക്കെ പല പരിപാടികൾക്കിടയിലൂടെയും കൈയിട്ട് വാരാം, പൈസകൾ മുക്കാം, ഇവരെന്തെങ്കിലും പൈസ ചോദിച്ചാലാണ് നിങ്ങൾക്ക് പ്രശ്നം എന്നൊക്കെ തരത്തിലുള്ള ചില ന്യായീകരണ കമൻറ്റുകൾ വരുന്നുണ്ട്. ഒരുപക്ഷെ ഫാൻസിൻ്റെ ഭാഗം നോക്കി ആയിരിക്കാം. അത് അത്രത്തോളം ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതാണോ അത്തരം ഒരു വാദം? അല്ല, അതല്ല. അത് ഇപ്പോൾ മന്ത്രി കട്ടു, കള്ളനാണ് അയാൾ, അതുകൊണ്ട് ഞാനും കക്കണം, എല്ലാവരും കക്കണം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു മുദ്രാവാക്യമായിട്ട് വരിക? അത് നമ്മൾ അയാൾ കട്ട് കഴിഞ്ഞാൽ അയാൾക്കെതിരായിട്ട് നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. അവനെ കക്കാൻ അനുവദിക്കാതിരിക്കുക, അല്ലെങ്കിൽ കള്ളനെ കൈയോടെ പിടിച്ച് ജയിലിലടക്കാനായിട്ട് പറ്റുമോ എന്ന് നോക്കലാണ് ശരിയായിട്ടുള്ള സമീപനം. അതല്ലാണ്ട് മന്ത്രിമാർ കൈയിട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് ഇവർക്കൊക്കെ വാരിക്കോരി കൊടുക്കട്ടെ എന്ന് പറയുന്ന ആ വിമർശനം എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള വിമർശനം? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഫാൻസിന് എന്ത് വേണമെങ്കിലും തോന്നിയാസങ്ങൾ കാണിക്കാമല്ലോ. ഇവൻ്റെ ഈ ഫാൻസിൻ്റെ ജോലി എന്താണ്? ഇവരുടെയൊക്കെ ഈ മൂഡ് താങ്ങി നടക്കല്. എന്നിട്ട് ഇവർ പറയുന്ന എന്താണ് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ന്യായീകരിക്കും. ഈ അനുയായികൾ നമ്മളെല്ലായിടത്തും രാഷ്ട്രീയത്തിലും എല്ലായിടത്തും കാണുന്ന ഈ ന്യായീകരണ തൊഴിലാളികളുടെ ശല്യം സഹിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ സമൂഹം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അവർ സപ്പോർട്ട് ചെയ്യണം, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം, ഇല്ലാത്ത കാര്യങ്ങൾക്ക് വിമർശിക്കണം, വിമർശിക്കേണ്ട കാര്യമാണെന്ന് വെച്ചാൽ വിമർശിക്കണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നടിമാർക്കും അതേപോലെ തന്നെ ആ രംഗത്ത് പ്രവർത്തിക്കുന്നതായിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ മാന്യമായിട്ടുള്ള ഇടമുണ്ടാകണം എന്നും അവർക്ക് ശരിയായിട്ടുള്ള രീതിയിൽ തുല്യത വേണം എന്നും അവർക്ക് വേതനം പോലും തുല്യമായിട്ട് കൊടുക്കണം. കാരണം തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്നത് ഒരു മുദ്രാവാക്യമാണ്. അതൊക്കെ സാക്ഷാത്കരിക്കണമെന്ന് പറയുന്ന ആളുകൾ പൊതുസമൂഹമാണ്. അതിന് പകരം ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവരെയൊക്കെ പീഡിപ്പിക്കട്ടെ, അല്ലെങ്കിൽ ഇവരെ വിറ്റ് കാശുണ്ടാക്കട്ടെ എന്നൊക്കെ ആണോ നമ്മളിരുന്ന് പറയേണ്ടത്? അതാണ് ശരിയായിട്ടുള്ള കാര്യം? അല്ല. അപ്പോൾ ഈ വിമർശിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റിനെ തെറ്റായിട്ട് കാണുകയും ആ തെറ്റിനെ എതിർക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അയാൾ തെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവർക്കും തെറ്റ് ചെയ്യാം എന്ന് പറയുന്ന പാഠം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തലകീഴ് മറിയുന്ന പാഠമാണ്. അങ്ങനത്തെ ഒരു പാഠം നമുക്ക് നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് പറയുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ മന്ത്രി ശിവൻകുട്ടിയെക്കുറിച്ചൊന്ന് പറഞ്ഞു പോകാൻ തോന്നുന്നു. കാര്യം അദ്ദേഹം വളരെ കുറച്ച് നാളുകളായി തുടർച്ചയായി ചില പോസിറ്റീവ് സമീപനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അതായത് വളരെ പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി എങ്കിലും ഈ ശിവൻകുട്ടി പറഞ്ഞത്, ഈ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിൽ ടൂർ പോകുമ്പോൾ അവർക്ക് ഈ പൈസ ഇല്ല എങ്കിൽ അവർ ആ കാരണം കൊണ്ട് മാത്രം ഒഴിവാക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്, ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഫിസിക്കലായിട്ടൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള
പ്രായത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ പരിഹസിക്കുന്ന, മാനസികമായി അവർക്ക് തകർച്ച തോന്നുന്ന രീതിയിൽ പരിഹസിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു സംഭവം, അത് അധ്യാപകരുടെ ഭാഗത്തു നിന്നോ ഇനി വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നോ ആരുടെ ഭാഗത്തു നിന്നാലും ഉണ്ടായാൽ കർശനമായ നടപടി ഉണ്ടാകും അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു പുതിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു തലത്തെ, മന്ത്രി ശിവൻകുട്ടിയെ പറ്റി പല എതിരഭിപ്രായങ്ങളും പല ആളുകൾക്കും ഉണ്ട്. അദ്ദേഹത്തിന് വിദ്യാഭ്യാസമില്ല, അദ്ദേഹം പല രീതിയിൽ കളിക്കുന്ന ആളാണ് എന്നൊക്കെ പറയുന്ന സമയത്തും ഇത്തരത്തിലുള്ള ചില സാമൂഹിക നന്മ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ ഒരു പൈസ ഇല്ലാത്തത് കൊണ്ട് ടൂർ പോകാൻ പറ്റാതിരുന്ന ഒരാളാണ് ഞാൻ. LP പഠിക്കുന്ന സമയത്ത് എല്ലാവരും പോയപ്പോൾ ഞാനത് വളരെ സങ്കടത്തോടു കൂടി എനിക്ക് ആ ടൂർ പോകാൻ കഴിഞ്ഞില്ല. കാരണം എൻ്റെ അമ്മയുടെ കൈ പൈസ ഇല്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ഒരു പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കുന്നൊരു സമാധാനം അത് ചില്ലറയല്ല. അപ്പോൾ മന്ത്രിയുടെ ആ സമീപനത്തെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? അല്ല, മന്ത്രി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ആകുന്ന സമയത്ത് അങ്ങനെ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആകണ്ട, പകരം അദ്ദേഹം തൊഴിൽ മന്ത്രി ആയാൽ മതി എന്ന് പറഞ്ഞ ഒരാളാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഈ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് ജോസഫ് മുണ്ടശ്ശേരിയുടെ ഒരു പാരമ്പര്യമൊക്കെ പുലർത്തുന്ന ആളുകളാണ്, നല്ലതാണ് എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് അങ്ങനെ സംസാരിക്കുന്നത്. അതാണ് നമ്മളതിൻ്റെ കാര്യത്തിലുള്ള വിമർശനം എന്ന് പറയും. പക്ഷേ ശിവൻകുട്ടി സമ്പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളിലും പരാജയമാണ് എന്ന് നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. വിദ്യാഭ്യാസ വിചക്ഷണം എന്ന നിലക്ക് അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ സാധ്യതകൾ കുറവാണ്. പക്ഷേ മാനുഷികമായിട്ട് ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു വശമുണ്ട്. ആ വശത്തിൽ അദ്ദേഹം ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ഈ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ കുട്ടികൾക്ക് മലയാള ഭാഷ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ വേണം. കുട്ടികളുടെ ഈ പരാജയം എന്ന് പറയുന്നത് അവർ ഓൾ പ്രൊമോഷൻ എന്ന് പറയുന്നതായിട്ടുള്ള പ്രതിഭാസത്തിലേക്ക് കൊണ്ടുവന്നതാണ്. അത് മാറ്റണം എന്നൊക്കെ പറയാനുള്ള ധൈര്യം അദ്ദേഹം കാണിച്ചു. പക്ഷേ കേരളത്തിലെ യൂണിയനും അതേപോലെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയുള്ള ആളുകൾ അതിനെ എതിർക്കുകയാണ് ചെയ്തത്. വലിയ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെന്ന് പറയുന്ന ആളുകളാണ് അവർ. പക്ഷേ അവർ കേരളത്തിലെ വിദ്യാഭ്യാസത്തെ തകർക്കുന്ന ആ സമീപനത്തിനെ സഹായിക്കുന്നവരും ശിവൻകുട്ടിയെ അതിനെ എതിർക്കുന്ന, എന്നുവെച്ചാൽ കേരളത്തിലെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുമായിട്ട് മാറുന്ന ഒരു കാഴ്ചയും നമ്മൾ ആ കാര്യത്തിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ടൂറിൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യം അനുഭവിക്കുന്നതായിട്ടുള്ള കുട്ടികൾ, അംഗവൈകൃതർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൂടുതൽ മനുഷ്യ പരിഗണന ആവശ്യമുള്ളതാണ് എന്ന് ശ്രദ്ധിച്ച് സൂക്ഷ്മമായിട്ട് ആ കാര്യത്തിൽ ഇടപെടാൻ അദ്ദേഹം എടുത്ത ഈ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പലർക്കും പലതൊക്കെ തോന്നും, പക്ഷേ അത് പറയാനും നടപ്പിലാക്കാനും കഴിയണമെങ്കിൽ നമ്മളൊരു സ്ഥാനത്തിരിക്കണം. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്യുന്ന കാര്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്കിവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാനേ പറ്റുള്ളൂ, പക്ഷെ അദ്ദേഹത്തിന് നടപ്പാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ ജീവകാരുണ്യപരമായിട്ട് ഉള്ള മേഖലയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലും അതേപോലെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പുലർത്തുന്ന ആ കാഴ്ചപ്പാട്, അതായത് ഓൾ പ്രൊമോഷൻ എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസം നശിപ്പിച്ച ഒരു സംഭവമാണ്. അത് മാറ്റണം എന്ന് വളരെ ശക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു. നടപ്പാക്കാൻ അദ്ദേഹത്തിന് പറ്റാതെ പോയി കേരളത്തിൽ നിലനിൽക്കുന്നതായിട്ടുള്ള അധികാര ഘടനയുടെ പ്രശ്നമാണ്. അത് നമ്മളെ നശിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹം എടുത്ത ആ നിലപാടുകളെ നമുക്ക് തീർച്ചയായിട്ടും സുദീർഘമെന്ന് പറയേണ്ടതുണ്ട്. അങ്ങനെ തന്നെ പറഞ്ഞു പോകുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശിവൻകുട്ടി അടക്കമുള്ള ആളുകളുടെ ഏത് തരത്തിലുള്ള നിലപാടും, അതായത് ഈ നടിയുമായി ബന്ധപ്പെട്ട നിലപാടായാലും ഇത്തരത്തിലുള്ള പോസിറ്റീവ് നിലപാടുകളെല്ലാം തന്നെ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. അത് കൂടുതൽ ദൃഢമായി മുന്നോട്ട് പോട്ടെ എന്ന് മാത്രം നമുക്ക് പറയാം.